ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ കുറച്ച് സേമിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സേമിയനൊക്കെ ഇങ്ങനെ ചെറുതാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ സേമിയനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സേമിയനക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ തിളക്കുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ആ സേമിയനെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിത് കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ പൊട്ടുന്ന രൂപത്തിലായാൽ ഇത് വാങ്ങി വെക്കട്ടെ നമുക്കിതാ. അപ്പോൾ ഇതാ സേമിയനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റാം കേട്ടോ. ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നോർമൽ വാട്ടറും പറ്റും, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണെങ്കിലും ഒഴിച്ച് കൊടുക്കണം. കാരണം ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്ത് എൻ്റെ കയ്യിലിപ്പോൾ കാബേജും ക്യാപ്സിക്കനും ബീൻസും വലിയ ഉള്ളിയും പിന്നെ ക്യാരറ്റും മല്ലിയിലയും പിന്നെ 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള സേമിയനും പച്ചക്കറികളും ഒക്കെ കൂടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ടാക്കുക. ഇതിപ്പോൾ ഇത്ര തോനെ വേണമല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പച്ചക്കറികൾ എടുത്തിട്ട് ഉണ്ടാക്കുക. ഞാനിത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അത്ര എടുത്തിട്ടുണ്ടാക്കാം. പിന്നെ ഞാനിതിക്ക് ഇട്ട് കൊടുത്തത് ഉണക്കമുളകും ഏലക്കയും കറുകപ്പട്ടയും പിന്നെ കറാമ്പൂവും കൂടി വെച്ചിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിനി ഇതിക്കൊരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് 2 മുട്ട വെച്ചിട്ടും 3 മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുക. കുറച്ച് പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക. അത് കുറച്ച് തോനെ പച്ചക്കറി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ 5 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മുട്ട ഒഴിച്ച് കൊടുത്തപ്പോൾ ഭയങ്കര തിക്കായതുകൊണ്ട് ഞാനപ്പോൾ അതിലേക്ക് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾ പച്ചക്കറി ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്. ഞാനിപ്പോൾ ഈ ടൈമിൽ ഇതിൽ ഉപ്പില്ല, അത് കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ 6 കോഴിമുട്ടയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തടവി കൊടുത്തിട്ട് ഇതിലുള്ളത് മൊത്തം ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2 ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക, പിന്നെ 1 ആണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ടല്ല, അപ്പോൾ അധികം ടൈമൊന്നും വേണ്ടല്ലോ വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കുക, ടോപ്പാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുളകും പിന്നെ ഗരം മസാലയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, എരി വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് ഒരു 4 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ തൊട്ട് നോക്കിയതാണ്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, കണ്ടോ അടിപൊളിയായിട്ട് കിട്ടണത്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്തു പോകുമ്പോൾ പൊട്ടിപ്പോകും നടുഭാഗത്ത്, നല്ല കനമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ മറിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പിച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെയും കേടുവരൊന്നും ചെയ്യാതെ കിട്ടും. ഇനി ഇത് 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചങ്ങാണ്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കും, എല്ലാവർക്കും കഴിക്കും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒന്ന് മുറിച്ചെടുക്കുമ്പോഴൊന്നും പൊട്ടിപ്പോകണമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കുമ്പോൾ ചൂടാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ. ചൂട് കൊടുക്കാനല്ലേ ഞാനത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ചെയ്യുക. ഞാനെടുത്ത അത്രയും പച്ചക്കറികൾ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.